ദീപം എടത്തി എടത്തി വിളിച്ച കേട്ടില്ലേ? എന്താ ചെവി കേക്കില്ലേ? എടത്തി എടത്തി വന്നേ. എന്താ അമ്മേ? എന്താ വരും? കാര്യം പറ. അതെ, താഴെ നടക്കുന്ന ബഹളമൊന്നും ഏട്ടത്തി കേട്ടില്ലേ? എന്ത് ബഹളം? ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ പാട്ടും കേട്ടങ്ങ് നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? പ്രശ്നം ഉണ്ടോന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെറിയമ്മയെ കൂടി ഒന്ന് വിളിക്കട്ടെ. ചെറിയമ്മേ, ചെറിയമ്മേ. എന്താ വരും? ചെറിയമ്മ ഇപ്പൊ താഴെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലല്ലോ, എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. ഞാൻ കിടക്കാൻ പോവാണെന്ന് ഏട്ടത്തിയോട് പറഞ്ഞിരുന്നല്ലോ. എഴുന്നേച്ചപ്പോ ഒന്ന് കുളിച്ചു, പുറത്തേക്ക് ദേ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഒരാൾ ഇതുവരെ ഇല്ലാത്ത പോലെ പാട്ട് കേൾക്കുന്നു, ഒരാൾ കുളിച്ചിറങ്ങുന്നു. രണ്ടുപേരും ചെയ്തു കൂട്ടുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ലെന്നാണ് കരുതുന്നത്. എന്താ അമ്മേ വരുൺ പറയുന്നത്? കാര്യം എന്താണെന്നറിയാതെ ഞാൻ എന്ത് മറുപടി പറയണ്ടേ? നിങ്ങളിൽ ആരാ രാധികയെ നിലവിളക്കിന്റെ മുമ്പിലേക്ക് തള്ളിയിട്ടത്? അവളെ കൊല്ലാനായിരുന്നോ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? അവൻ ചോദിച്ചു കേട്ടില്ലേ? തള്ളിയിട്ടപ്പോ വിളക്കിൽ നിന്നും രാധികയുടെ ഡ്രസ്സിന് തീ പിടിച്ചു. ഞങ്ങൾ ഓടി എത്തിയില്ലായിരുന്നെങ്കിലോ? അയ്യോ, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു അമ്മേ? കുളിച്ചോണ്ടിരുന്ന ഞാൻ അവിടെ വന്ന് രാധിക തള്ളിയിട്ടെന്നാണോ? അപ്പോ എന്റെ പേരിലാണോ കുറ്റം? നിങ്ങളെ രണ്ടുപേരും തന്നെയാണ് എനിക്ക് സംശയം. ഇവിടെ രാധികയോട് പകയുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാ. തള്ളിയിട്ടത് ഞങ്ങളാണെന്ന് അവള് പറഞ്ഞോ? അതെന്തിനാ പറയുന്നേ? മുത്തശ്ശി രാധികയെ സ്നേഹിക്കുന്നതില് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷെ അതിന്റെ പേരില് ഞങ്ങള് വെറുക്കേണ്ട ഒരു കാര്യമില്ല. രാധിക എന്തെങ്കിലും തലേണ മന്ത്രം ഓതിക്കൊടുത്താ ഇവൻ പിന്നെ അത് മാത്രമേ പറയൂ. അതെന്തോ ഒരു പ്രത്യേകതരം ആണത്താണെന്ന് ഇവൻ കരുതിയിരിക്കുന്നത്. എടുത്തി തലേണ മന്ത്രം എന്ന പ്രയോഗം രാധികയുടെ കാര്യത്തിലൊന്നും വേണ്ട. അയാൾ അത് ചെയ്യത്തുമില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. എല്ലാരും കൂടി പറഞ്ഞ് ശുദ്ധിപൂജയുടെ കാര്യം സമ്മതിച്ചു. ഇനി എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? അമ്മേ, അതിന് തിരഞ്ഞെടുക്കുന്ന ആളെ യോഗ്യനായിരിക്കണം. ഒരിക്കൽ ഒരു പൂജ നടത്തി പോയി കഴിഞ്ഞാ ജീവിതത്തിൽ ഒരിക്കലും കണിമംഗലത്ത് ഇങ്ങനൊരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവരുത്. പൂജാരിമാരെ ഒരുപാട് പേരെ അറിയാം. അവരൊക്കെ ക്ഷേത്രത്തിൽ പൂജിക്കുന്നവരാ. ഇതിപ്പോ മന്ത്രവാദികളെന്ന് പറയുമ്പോ. അല്ല കൽപ്പനെ, എന്റെ പരിചയത്തിൽ ഒരാളില്ലേ, ആ വലിയ പേരുള്ള ഒരാള്? ഓ, എന്റെ പരിചയത്തിലുള്ള ആളെ ഒന്നും വിളിക്കണ്ട. കാര്യമൊക്കെ ശരിയാ. അയാളെ ഗംഭീര കക്ഷിയാ. ഒരു നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ പ്രേതാത്മാവിനെ വരെ തളച്ചിട്ടുള്ള ആളാ.
പാലമറ്റം വാമദേവൻ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം. എന്നാ പിന്നെ നിനക്കത്ര ഉറപ്പുണ്ടെങ്കിൽ അയാളെ വിളിച്ചൂടെ മോളെ? അയ്യോ വേണ്ട അമ്മേ. പിന്നെ കൽപ്പന എന്തിനാ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോയത്? കൽപ്പനയാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് വരില്ലേ? പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഓരോന്നേരന്ന് വാങ്ങുന്നേ? അതെ, കൽപ്പന ഇത് ശരിയല്ല കേട്ടോ. കൽപ്പന, കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോ മുമ്പിൽ ഇറങ്ങി നിൽക്കേണ്ട ആളല്ലേ? മോളെ, നിന്നെ ആരും കുറ്റം പറയില്ല. എന്തെങ്കിലും ചോദിക്കുന്നവരോട് അമ്മ പറഞ്ഞിട്ടാണെന്ന് നീ പറഞ്ഞു. നീ അയാളൊന്ന് വിളിച്ച് സംസാരിക്കൂ. ശരി, നിർബന്ധമാണെങ്കിലേ ഞാൻ വിളിച്ച് സംസാരിക്കാം. ആ, പക്ഷേ അങ്ങേർക്ക് ഒഴിവുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ നാളെ കണ്ണൂരാ, അവിടുന്ന് നേരെ കൊല്ലത്തോട്ടായിരിക്കും. അങ്ങനെയാ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നേ. ഇവിടുത്തെ അവസ്ഥയൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്തായാലും ഒന്ന് വരാൻ പറയും. ഓ, ഇത് മാറ്റിയല്ലേ പറ്റൂ നമുക്ക്. ശരി, ഞാൻ വിളിക്കാം. അമ്മ പോയിക്കാം.